ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ചിത്രയാലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈശായോഗയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ശിവരാത്രി അല്ലേ, ഫെബ്രുവരി 18 ശിവരാത്രി ആഘോഷിക്കാൻ വേണ്ടി ഞാൻ ഈശായോഗയിലേക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പോയി. പേരൂർ ശിവക്ഷേത്രം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈശായോഗയിലേക്ക് പോവുക. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സിറ്റിയിൽ നിന്ന് 30-35 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈശായോഗയിലേക്ക്. എൻ്റെ വീട്ടിൽ നിന്നും അതേ ദൂരമാണ്. പക്ഷേ അങ്ങോട്ടേക്ക് പോവാൻ ഏകദേശം 4 മണിക്കൂറോളം എടുത്തു. അത്രയും ബ്ലോക്കായിരുന്നു. ജനസമുദ്രം എന്നെല്ലാം പറഞ്ഞ ഇതാണ്. വണ്ടി ഇഞ്ചോടിഞ്ചാണ് ഓരോ സ്ഥലത്തും മൂവ് ആകുന്നത്. പോലീസുകാർ കഷ്ടപ്പെട്ട് ഡ്യൂട്ടി ചെയ്യുന്നുണ്ടായിരുന്നു. ഈശായോഗയുടെ ആ ഒരു പ്ലേസിലേക്ക് പോകാൻ തന്നെ നമ്മൾ എപ്പോഴും പോകുന്ന വഴിയിലൂടെ അല്ല പോകുന്നത്. ഒരുപാട് റൂട്ട് മാറ്റി വിട്ടിട്ട് 2 വീലേഴ്സിന് ഒരു സ്ഥലം പാർക്ക് ചെയ്യാൻ, 4 വീലേഴ്സിന് വേറെ പാർക്ക് ചെയ്യാൻ സ്ഥലം. അന്തരീക്ഷം മുഴുവൻ ഒരു പൊടി നിറഞ്ഞതായിരുന്നു. പിന്നെ അവിടെ എത്തുമ്പോൾ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ സ്ഥിരം കാഴ്ചകൾ തന്നെ. എല്ലാവിധ ഫുഡ് ഐറ്റംസും വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ അപ്പോൾ തന്നെ ഒരു കട നോക്കി വെച്ചു. അവിടെ നിന്നായിരുന്നു തിരിച്ചു വരുമ്പോൾ ഭക്ഷണം കഴിച്ചത്. 4:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഏകദേശം 8:45 അടുത്തു. അവിടെ എത്തുമ്പോൾ 1 മണിക്കൂർ മാത്രമേ അവിടെ ചിലവഴിച്ചുള്ളൂ. 9:45 തിരിച്ചു പോന്നു. ഏകദേശം 1 മണിയായപ്പോൾ വീട്ടിൽ തിരിച്ചെത്തി. ഞങ്ങൾ ഈ സമയത്ത് ഇതിനുള്ളിലേക്ക് കയറാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. കുറേ അങ്ങോട്ട് നടക്കാൻ പറയും, കുറേ ഇങ്ങോട്ട് നടക്കാൻ പറയും. അന്തവും കുന്തവും ഇല്ലാതെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെയാണ് എൻട്രൻസിലെത്തിയത്. അവിടെ നമ്മളൊരു കയ്യിലൊരു ബാൻഡ് കെട്ടണമായിരുന്നു കേട്ടോ. അതൊക്കെ കെട്ടി എങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് അലോ ചെയ്യുന്നുള്ളൂ. എൻ്റെ സ്പെക്സിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് തുടയ്ക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും പൊടി വന്ന് നിറയുന്നുണ്ടായിരുന്നു അതിലൊക്കെ. പിന്നെ കൊച്ചു കുട്ടികളെ കൊണ്ടൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എൻട്രൻസിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഈശായോഗയിലേക്ക് പോകുമ്പോൾ മുൻപിൽ ഇതുപോലെ ഒരു ചെറിയൊരു കെട്ടിടം കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ സ്ക്രീനായിരുന്നു എല്ലാ സ്ഥലത്തും വെച്ചിരുന്നത്. കാരണം നമുക്ക് ആ ശിവലിംഗം തന്നെ നമുക്ക് നമ്മുടെ വിരൽ തുഞ്ചത്തോളം അത്ര വലുപ്പത്തിൽ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നുള്ളൂ. ഞാൻ ഒരുപാട് സൂം ചെയ്തിട്ടാണ് കഷ്ടപ്പെട്ടാണ് അത് കണ്ടുപിടിച്ചത്. കാരണം നമ്മൾ അത്രത്തോളം ദൂരെ മാറിയാണ് നിൽക്കുന്നത്. ബിഗ് സ്ക്രീൻ വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ലൈവായിട്ട് കാണാം. മുമ്പേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് മുന്നിൽ പോയിട്ട് ഇരിക്കായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ, ഈ രജിസ്റ്റർ ചെയ്യുന്നതെല്ലാം. ഇതിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 വർഷം മുമ്പ് ഒന്നും ഇതുപോലെ ശിവരാത്രിയൊക്കെ ആഘോഷിക്കാൻ ചിലരൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്രത്തോളം ഫേമസ് അല്ല. കാരണം ഈശായോഗയുടെ ഓരോ വിധ വളർച്ചയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 18 വർഷം മുമ്പാണ് ആദ്യമായിട്ടാണ് ഈശായോഗയ്ക്ക് പോകുമ്പോൾ. ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആ ഒരു ഹാഫ് സർക്കിൾ മാതിരിയുള്ള ആ മയ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് വണ്ടിയിലാണോ പോകുന്നത് അതിൽ നമുക്ക് അവിടെ കറക്റ്റായിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഇറങ്ങാമായിരുന്നു. ഇപ്പോൾ അതല്ല, കിലോമീറ്റർ കണക്ക് മുമ്പേ നമ്മൾ വണ്ടിയെല്ലാം വെച്ച് നമ്മൾ ഉള്ളിലേക്ക് നടന്നു പോകണം. അല്ലെങ്കിൽ അതിൻ്റേതായ വണ്ടികളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകണം. നടന്നു പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട് അവിടെ. സ്ക്രീനിൽ ഓരോ ഈശായോഗയെ പറ്റിയിട്ടുള്ള ഓരോരോ പരസ്യം പോലെയുള്ള ഓരോരോ പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞില്ല, ഈശായോഗയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അവിടെ പോയാൽ ഒരു പ്രത്യേക ഒരു വൈബാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ആ പ്രാർത്ഥന എല്ലാം ഉണ്ടല്ലോ. അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ലൈറ്റ് ഷോ. അത് ഞാനിപ്പോൾ കൊറോണയ്ക്ക് ശേഷം 2ാമത്തെ തവണയാണ് പോകുന്നത്. ആദ്യമൊക്കെ ഇടയിൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും ബന്ധുക്കളൊക്കെ വരുമ്പോൾ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പോകുന്ന സ്ഥലമാണ് ഈശായോഗ. ഇത് ഉച്ച കഴിഞ്ഞിട്ട് പോകണം കേട്ടോ. എങ്കിൽ രാത്രി ആകുമ്പോൾ നമുക്കൊരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ച് വീട്ടിലെത്താം.
അപ്പോൾ നല്ല നല്ല രസമാണ് അവിടെ കാണാൻ. നമ്മുടെ പ്രസിഡന്റ് ശ്രീമതി മുർമു, തമിഴ്നാട് ഗവർണർ RN രവി, പിന്നെ ഫിലിം സ്റ്റാർസായ തമന്ന, നിക്കി ഗൽറാണി, പിന്നെ ഒരുപാട് രാഷ്ട്രീയത്തിലുള്ള ഒരുപാട് പേര് എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ കനത്ത സുരക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 9:45 ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരാൻ നോക്കി. കാരണം കുട്ടികൾ വീട്ടിൽ തനിച്ചാണ്. ചെറിയ മോൾ ഒരുപാട് വാശി പിടിച്ചതാണ്. പക്ഷെ കൊണ്ടുപോകുന്നത് വളരെ റിസ്ക്കാണ്. ഏകദേശം ചുമയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ ജർക്കിനെല്ലാം എടുത്തിരുന്നു. അതേതായാലും നല്ല കാര്യമായി, കാരണം അത്രയും തണുപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാനുള്ള പരിപാടിയായി. 9:30 10 മണിയായപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ നോക്കി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഭക്ഷണമൊക്കെ ഉള്ളൊരു ചെറിയ ചെറിയ ക്യാൻറ്റീനുകളെല്ലാം ഉണ്ടായിരുന്നു. അവിടെ കൊടുക്കുന്ന ഫുഡിൻ്റെ പേരെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മഷ്റൂം ദോശയ്ക്കും പൊറോട്ടയ്ക്കും പറഞ്ഞപ്പോൾ അത് രണ്ടും അവിടെ ഇല്ല. അപ്പോൾ പിന്നെ അവിടുന്ന് ഭക്ഷണം കഴിച്ചില്ല. പുറമെ ഞാൻ ആദ്യം കണ്ടുവച്ച കടയിൽ പോയിട്ട് ടൊമാറ്റോ റൈസ് എല്ലാം വാങ്ങി കഴിച്ചു. പിന്നെ തിരിച്ചു വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 10-30 കിലോമീറ്റർ, അരമണിക്കൂർ ട്രാവലേ ഉള്ളൂ. എങ്കിൽ പോലും ഈ ദിവസം നമുക്ക് 4-5 മണിക്കൂറൊക്കെ ആകും. ഏകദേശം ഒരു 3-3.5 ലക്ഷത്തോളം ആളുകളുണ്ട്. കൊറോണ തുടങ്ങുന്നതിൻ്റെ ഒരു മാസം മുമ്പ് അടച്ചിടുന്ന ടൈം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്താണ് ഞാൻ ലാസ്റ്റ് ശിവരാത്രിക്ക് ഇങ്ങോട്ട് വന്നത്. അന്ന് ഏകദേശം 3 ലക്ഷത്തോളം ആളുകളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടിയെല്ലാം എടുത്തു തിരിച്ചു പോന്നു. തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ വന്ന വഴിയിലൂടെ അല്ലായിരുന്നു വന്നത്. ഒരു ഷോർട്ട് കട്ടിലൂടെ ഏട്ടന് വണ്ടി ഓടിച്ചു. അത് നമ്മുടെ മാടമ്പട്ടി എന്നുള്ള ഒരു സ്ഥലത്താണ് അത് ജോയിൻ ആവുക. നമ്മുടെ തമിഴ് സൂപ്പർ സ്റ്റാർ സൂര്യ, സത്യരാജ് അവരുടെയൊക്കെ ജനിച്ചു വളർന്ന സ്ഥലമാണത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ടു, ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ എന്നെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.